ഹലോ ഗൈസ്, വെൽക്കം ടു ഹാഫ് പേജ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് യൂസ് ഫോർ കൺസ്ട്രക്ഷന്റെ ക്വസ്റ്റ്യൻ സീരീസ് ആണ്. അത് യൂസ്ഫുൾ ആയിരിക്കും AE അതേപോലെ ഓവർസിയർ ലെവൽ എക്സാംസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റമോർഫിക് റോക്സ് ഹാസ് more weathering resistance characteristics? A limestone, B phyllite, C quartzite, D slate. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ n നമ്പർ ഓഫ് കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എടുക്കാം. ഏതാണ് ഫസ്റ്റ് ഓപ്ഷൻ? ലൈംസ്റ്റോൺ. ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് റോക്ക് ആണ്? നമുക്കറിയാം എന്താണ്, സെഡിമെന്ററി റോക്ക് ആണ്. ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ സെഡിമെന്ററി റോക്ക് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മെറ്റമോർഫിക് റോക്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മെറ്റമോർഫിക് റോക്ക് എന്താണ്? സെഡിമെന്ററി അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്കിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷറിൽ വേരിയേഷൻ ആകുമ്പോൾ നമുക്ക് ഫോം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു റോക്കിനെയാണ് നമ്മൾ മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സെഡിമെന്ററി അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്കിൽ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അപ്ലൈ ആകുമ്പോൾ വേരിയേഷനിൽ ഫോം ആവുന്ന റോക്കിനെയാണ് നമ്മൾ മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതാണ് നമ്മുടെ മെറ്റമോർഫിക് റോക്ക്. നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ഫിലൈറ്റ്. ഫിലൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മെറ്റമോർഫിക് റോക്ക് ആണ്. ഫിലൈറ്റ് എന്ന് പറയുമ്പോൾ മെറ്റമോർഫിക് റോക്ക് ആണ്. ഓക്കെ, ഫിലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റമോർഫിക് റോക്ക് ആണ്. ഇതിന്റെ ഒറിജിനൽ റോക്ക് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒറിജിനൽ റോക്ക് എന്ന് പറയുന്നത് ഷെയിൽ ആണ്. ഓക്കെ, ഇതിന്റെ ഒറിജിനൽ റോക്ക് എന്ന് പറയുന്നത് ഷെയിൽ ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ക്വാർട്സൈറ്റ്. ക്വാർട്സൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അഗെയിൻ മെറ്റമോർഫിക് റോക്ക് ആണ്. ക്വാർട്സൈറ്റ് എന്ന് പറയുന്നത് മെറ്റമോർഫിക് റോക്ക് ആണ്. ഏതിന്റെ മെറ്റമോർഫിസത്തിലാണ് നമ്മുടെ ക്വാർട്സൈറ്റ് ഫോം ആവുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ സാൻഡ്സ്റ്റോൺ അതേപോലെ ക്വാർട്സിന്റെ മെറ്റമോർഫിസത്തിലാണ് നമ്മുടെ ക്വാർട്സൈറ്റ് ഫോം ആവുന്നത്. ഓക്കെ, സാൻഡ്സ്റ്റോൺ അല്ലെങ്കിൽ ക്വാർട്സിന്റെ മെറ്റമോർഫിസത്തിലാണ് നമ്മുടെ എന്ത് ഫോം ആവുന്നത്? ക്വാർട്സൈറ്റ് ഫോം ആവുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് എന്താണ്? സ്ലേറ്റ്. സ്ലേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അഗെയിൻ മെറ്റമോർഫിക് റോക്ക് ആണ്. സ്ലേറ്റ് അഗെയിൻ മെറ്റമോർഫിക് റോക്ക് ആണ്. അതേപോലെ സ്ലേറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ മിനറൽസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സ്ലേറ്റിന്റെ മിനറൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? മിക്കയാണ് നമ്മുടെ സ്ലേറ്റിന്റെ മിനറൽസ്. ഓക്കെ, മൈക്ക അല്ലെങ്കിൽ മിക്കയാണ് നമ്മുടെ സ്ലേറ്റിന്റെ മിനറൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതും മിനറൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ മോർ വെതറിംഗ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഏതിലാണ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സാൻഡ്സ്റ്റോൺ ആൻഡ് ക്വാർട്സിന്റെ മെറ്റമോർഫിസത്തിൽ ഫോം ആവുന്ന റോക്കിലാണ് നമ്മുടെ മോർ വെതറിംഗ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഏതിലാണ്? ക്വാർട്സൈറ്റിലാണ് മോർ വെതറിംഗ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് ആസ് കമ്പയർഡ് ടു അതർ റോക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻക്രീസിംഗ് ഓർഡറിൽ നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതേണ്ടത്? ആദ്യം നമ്മുടെ ക്വാർട്സൈറ്റിനാണ് നമ്മുടെ വെതറിംഗ് റെസിസ്റ്റൻസ് ഉള്ളത്, പിന്നെ ഫിലൈറ്റ്, പിന്നെ എന്താണ്? സ്ലേറ്റ്, പിന്നെയാണ് നമ്മുടെ ലൈംസ്റ്റോൺ വരുന്നത്. ഓക്കെ, അപ്പോൾ ലൈംസ്റ്റോൺ നമ്മുടെ കാറ്റഗറിയിൽ വരത്തില്ല. ബിക്കോസ് എന്താണ്? ഇത് നമ്മുടെ സെഡിമെന്ററി റോക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ആദ്യം തന്നെ നെഗ്ലക്റ്റ് ആവും. ഓക്കെ, ബാക്കി കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈ വെതറിംഗ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഏതിലാണുള്ളത്? ക്വാർട്സൈറ്റിനുള്ളത്. ലീസ്റ്റ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഈ ഓപ്ഷനിൽ ഏതായിരിക്കും? ലീസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈംസ്റ്റോൺ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ ക്വാർട്സൈറ്റ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ക്വാർട്സൈറ്റ് ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ഗുഡ് സ്റ്റോൺ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ് മസ്റ്റ് നോട്ട് ബി ലെസ് ദാൻ 10, 50, 100, 120. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അറിയുന്നതാണ്. ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയായിരിക്കണം? 100 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ, 100 ന്യൂട്ടൺ പെർ mm സ്ക്വയർ അല്ലെങ്കിൽ MPa. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്കറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ എക്സാംസിൽ നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽ സ്പെസിഫിക് ഗ്രാവിറ്റി ചോദിക്കാറുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ റേഞ്ച് നമ്മൾ ആവറേജ് റേഞ്ച് മനസ്സിലാക്കിയാൽ മതി. ആവറേജ് റേഞ്ച് എന്ന് പറയുമ്പോൾ എത്രയാണ്? 2.7 ആണ്. ഓക്കെ, 2.7 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ഗുഡ് സ്റ്റോൺ. ഓക്കെ, എത്രയാണ്? 2.7. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following possesses more ability to resist fire? A compact sandstone, B quartz, C red marble, D shale. ഇതിൽ ഏതിലാണ് നമ്മുടെ മോർ എബിലിറ്റി ടു റെസിസ്റ്റ് ഫയർ? ഫയറിനെ റെസിസ്റ്റ് ചെയ്യാൻ എബിലിറ്റി ഉള്ളത് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ജനറലി അറിയത്തില്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയാം. എന്താണ് ഫയർ റെസിസ്റ്റിംഗ് ലീസ്റ്റ് എന്ന് ചോദിച്ചാൽ, ഫയർ റെസിസ്റ്റിംഗ് ലീസ്റ്റ് ഏതിലാണെന്ന് ചോദിച്ചാൽ റെഡ് മാർബിൾ ആണ്. ഓക്കെ, ലീസ്റ്റ് എന്ന് ചോദിച്ചാൽ റെഡ് മാർബിൾ ആണ്. അതേപോലെ ഫയർ റെസിസ്റ്റിംഗ് ഹൈ അല്ലെങ്കിൽ മോർ എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? ഹൈ കമ്പാക്ട്. ഹൈ ഇതിന്റെ ആണെങ്കിൽ ഹൈ ഏതിലായിരിക്കും? കമ്പാക്ട് സാൻഡ്സ്റ്റോണിന്റെ ആയിരിക്കും കൂടുതലുള്ളത്. ഓക്കെ, മോർ റെസിസ്റ്റൻസ് ഏതിലാണ്? കമ്പാക്ട് സാൻഡ്സ്റ്റോൺ ആണ്. ലീസ്റ്റ് ആണെങ്കിൽ നമ്മുടെ റെഡ് മാർബിൾ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ റോക്സ് ആൻഡ് മിനറൽ? അപ്പോൾ റോക്കിനെയും മിനറലിനെ പറ്റി നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടതാണ് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ്, എ ഷെയിൽ ആൻഡ് മൈക്ക ആർ മെറ്റമോർഫിക് റോക്ക്.
ആണോ? നമുക്ക് ഓഫീസിൽ നമ്മൾ നോക്കിയതാണ് അല്ലെ? അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. ഇത് എന്തായാലും അല്ല അല്ലെ? ക്വാർട്സ് ഈസ് ഇഗ്നിയസ് റോക്ക്, അതും എന്തായാലും അല്ല, ബിക്കോസ് ക്വാർട്സ് എന്താണ്? മിനറൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വാർട്സ് ഈസ് എ മെറ്റമോർഫിക് റോക്ക്, അതും എന്തായാലും അല്ല അല്ലെ? നെക്സ്റ്റ് ക്വാർട്സ് ആൻഡ് മിക്ക ആർ മിനറൽസ് അല്ലെ? അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഇപ്പൊ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ഏതാണ് കറക്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഏതാണ് പറയാൻ പറ്റും? ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ക്വാർട്സ് ആൻഡ് മിക്ക ആർ മിനറൽസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ സ്റ്റോൺ ഈസ് നോൺ ആസ് എ ഡ്രസ്സിംഗ്, ബി ക്യൂറിംഗ്, സി ക്രഷിംഗ്, ഡി സീസണിങ്. ഓക്കെ, അപ്പം എന്താണ് ഡ്രസ്സിംഗ്? നമുക്ക് നോക്കാം. ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ഓഫ് പ്രൊവൈഡിങ് പ്രോപ്പർ ഷേപ്പ് ആൻഡ് സൈസ്. ഓക്കെ, ഷേപ്പ് ആൻഡ് സൈസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ക്യൂറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു റോക്കിൽ നിന്ന് സ്റ്റോണിനെ ഡിറൈവ് ചെയ്യുകയാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ക്യൂറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് സ്റ്റോൺ ഫ്രം ക്യൂറി മൈൻ, അതിനെയാണ് നമ്മൾ ക്യൂറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സി ക്രഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ഓഫ് ഗിവിംഗ് റിക്വയർഡ് സൈസ് കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ക്രഷിംഗ് എന്ന് പറയും. ഓക്കെ, അതേപോലെ സീസണിങ് നമുക്ക് അറിയുന്നതാണ്. സീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടിമ്പറിനുള്ളത് തന്നെയാണ്. എന്താണ്? പ്രോസസ് ഓഫ് ഡ്രൈയിങ് ഓഫ് സാപ്പ്. ഓക്കെ, പ്രോസസ് ഓഫ് ഡ്രൈയിങ് ഓഫ് സാപ്പ്, അതിനെയാണ് നമ്മൾ സീസണിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിമൂവിങ് ഓഫ് മോയ്സ്ചർ, അതിനെയാണ് നമ്മൾ സീസണിങ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ സ്റ്റോൺ ഈസ് നോൺ ആസ്. പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ സ്റ്റോൺ ഏതായിരിക്കും? പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ സ്റ്റോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന് നമ്മൾ പറയുന്നതാണ് ക്യൂറിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.